അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതുറ യൂണിറ്റ് സെക്രട്ടറി സാബു സാഹിബിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാധന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതുറ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫസൽ നജാബ്, അഹ്ലൻ റമളാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ സഹോദരൻ ഷുഹൈബ് നായരൂർ, ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റമളാനോടനുബന്ധിച്ച് ശ്രദ്ധിക്കണം, ആരാധന കാര്യത്തിലായിരുന്നാലും നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിലായിരുന്നാലും ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ ഒരു ഓർമ്മപ്പെടുത്തൽ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് അഹ്ലൻ റമളാൻ എന്ന ഈ ഒരു പരിപാടി കൊണ്ട് എല്ലാ വർഷവും റമളാന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ നടത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു പ്രഭാഷണം ആദ്യാവസാനം സശ്രദ്ധം ശ്രവിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ റമളാനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതുറ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫസൽ നജാബിനെ ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഷുഹൈബ് നഗരൂർ, അദ്ദേഹത്തെ ആദരവും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ,
അല്ലാഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ വളരെ അടുത്ത ദിവസങ്ങളിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഓരോ റമദാനുകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ വീണ്ടും ഒരു റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. മഹാനായ അംർ ബിൻ ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. പരിശുദ്ധ റമദാനിന് മുമ്പ് ആരാണോ അവന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചത് അവന് മംഗളം, അവന് ആശംസകളെന്ന് നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങുക, അതിനു മുമ്പ് തന്നെ നമ്മുടെ നഫ്സിനെ അതിനു വേണ്ടി പാകപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ പരിശുദ്ധ റമദാനിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് നമ്മുടെ നഫ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമദാനിനെ നോക്കിക്കാണാനും അത് ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നിഅമത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഉപയോഗപ്പെടുത്തുമെന്നതാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയെ അല്ലാഹു തആല ഉപയോഗിക്കുമെന്നുള്ളതാണ്. നമുക്കുണ്ടായതുപോലെ തന്നെ സ്വഹാബികൾക്കും സംശയമുണ്ടായി, കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണ് ഒരു അടിമയെ അല്ലാഹു ഉപയോഗിക്കുന്നത്? അല്ലാഹു ഒരു അടിമയെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? റസൂലുള്ളാഹി പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സോലിഹിൻ ഖബല മൗതിഹി. ആ അടിമ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവന് അമലു സോലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവന് നൽകുമെന്നുള്ളതാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അൻഫഉ ദുആ, ഏറ്റവും ഉപകാരമുള്ള, ഏറ്റവും നാഫിയായിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള ഒരു അടിമയ്ക്ക് ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദുആ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ചൊരു ദുആയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാൻ അതിന് നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുവേ, നിന്നോട് നന്ദി കാണിക്കാനും നീ എന്നെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി നല്ല ആരാധനാ കർമ്മങ്ങൾ നിനക്ക് അർപ്പിക്കാനും അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ശൈഖുൽ ഇസ്ലാം അൻഫഉ ദുആ, ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുആ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പരിശുദ്ധ റമദാൻ വന്നെത്തി നിൽക്കുമ്പോൾ നമുക്ക് മാറാ രോഗങ്ങളുള്ള ആളുകളല്ല നമ്മളിൽ പലരും. നമുക്ക് റമദാനിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് നിർദ്ദേശിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാനും ആരോഗ്യമുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ പക്കൽ സമയമുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ടായിട്ടും തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ മറ്റ് എന്ത് തന്നെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ അത് അക്ഷരം പ്രതി പുലരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയോ റമദാനുകളാണ് നമ്മുടെ സമയം നമ്മൾ കളഞ്ഞത്. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ഒരുപാട് സമയങ്ങളുണ്ട്. വലിയ പ്രയാസങ്ങളുള്ള ആളുകളല്ല നമ്മൾ. നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രയാസവും നേരിടുന്ന ആളുകളല്ല നമ്മളിൽ പല ആളുകളും. പക്ഷേ പരിശുദ്ധ റമദാനിൽ നമുക്ക് അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ നമ്മുടെ റമദാനിന്റെ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അക്ഷരാർത്ഥത്തിൽ നമുക്ക് തൗഫീഖ് ലഭിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ റമദാനിന്റെ രാവും പകലും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ സ്വഹാബികളുമൊത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സാധാ സംഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു. ചില എന്തെങ്കിലും അന്വേഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായി ഒത്തു നടത്താറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ റസൂലുള്ളാഹിയുടെ ഒരു ശൈലിയായിരുന്നു എന്തെങ്കിലും ഒരു ഉപദേശം തന്റെ സ്വഹാബികൾക്ക് നൽകുക എന്നുള്ളത്. എന്തെങ്കിലും ചെറിയൊരു നസീഹത്ത് തന്റെ സ്വഹാബത്തിന് നൽകണമെന്നത് റസൂലുള്ളാഹിയുടെ ഒരു ശൈലിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു അസാധാരണ സംഭവം റസൂലുള്ളാഹി പറയുകയാണ്. നാം ഇതുവരെ മനസ്സിലാക്കിയത്, സ്വഹാബികൾ അന്ന് വരെ മനസ്സിലാക്കിയത് മരണം കഴിഞ്ഞാൽ മരണാനന്തര ജീവിതമാണ്, മഹ്ശറയിൽ ചോദ്യം ചെയ്യലാണ്, നന്മയും തിന്മയും വേർതിരിക്കലാണ്, അങ്ങനെ സ്വർഗ നരകങ്ങളെ നിർണയിക്കലാണ്. എന്നാൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്നത് ആ ഹിസാബ് തന്നെ ഇല്ലാതെ, ആ ചോദ്യം ചെയ്യൽ തന്നെ ഇല്ലാതെ
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ചില ആളുകളെ പറ്റിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70000 ബിഗൈരി ഹിസാബ്. ഒരു ഹിസാബുമില്ലാതെ, ഒരു വിചാരണയുമില്ലാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അവർ ചർച്ച ചെയ്തു, ആരാണ് ഇങ്ങനെ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റിയ ഭാഗ്യവാന്മാർ? അവർ 2 വിഭാഗമായി തിരിഞ്ഞു. അതിൽ ഒന്നാമത്തെ വിഭാഗം പറഞ്ഞത് ഇത് റസൂലുള്ളാഹിയുടെ സ്വഹാബികളാകും. കാരണം റസൂലുള്ളാഹിയുമായി ഏറ്റവും അടുത്ത, പ്രവാചകനുമായി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആളുകളായിരിക്കും ഇത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, അങ്ങനെയല്ല, പ്രവാചകനെ കാണാത്ത, വഹി ഇറങ്ങുന്ന കാലത്ത് ജീവിക്കാത്ത, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ധാരാളം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളായിരിക്കും ഇത്തരത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക. റസൂലുള്ളാഹി ചർച്ച കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുമുല്ലദീ ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റുഖിയ ആവശ്യപ്പെടാത്ത ആളുകളാണ്, മന്ത്രം ആവശ്യപ്പെടാത്ത ആളുകളായിരുന്നു, അവർ ശകുനം നോക്കാത്ത ആളുകളായിരുന്നു, അവരുടെ റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ. ഇത് കേട്ട ഒരു സ്വഹാബി പറയുകയാണ്, ഉദ്ഉല്ലാ അയ്യജഅലനി മിൻഹും. ഉക്കാശ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അവരിൽ പെടുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽ പെട്ടവരാണ്. ഇത് കേട്ടയുടൻ മറ്റൊരു സ്വഹാബി പറയുകയാണ്, യാ നബിയല്ലാഹ് ഉദ്ഉല്ലാ അയ്യജഅലനി മിൻഹും, ഞാനും അവരിൽ പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുകയാണ്, ഉക്കാശ ആ ഫضل നേടിയെടുത്തിരിക്കുകയാണ്. ഉക്കാശ നിനക്ക് മുമ്പേ ആ സൽക്കർമ്മം, ആ വലിയൊരു സ്ഥാനം നിനക്ക് മുമ്പേ നേടിയെടുത്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു കാര്യവും അതിന്റെ ആദ്യ സമയങ്ങളിൽ നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതൊരു അവസരം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. ഏതൊരു സൽക്കർമ്മവും അതിന്റെ ആരംഭത്തിൽ തന്നെ നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പറയാൻ കാരണം, പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല കാര്യങ്ങളുടെയും വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വില മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പരിശുദ്ധ റമദാൻ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ എത്രയോ റമദാനുകൾ കടന്നുപോയി, എത്രയോ റമദാൻ ക്ലാസുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, എത്രയോ അഹ്ലൻ റമദാൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് റമദാനും കഴിഞ്ഞ്, പെരുന്നാളും കഴിഞ്ഞ്, ശവ്വാലിന്റെ ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു എന്റെ പരിശുദ്ധ റമദാൻ, എങ്ങനെയായിരുന്നു എന്റെ നോമ്പിന്റെ ദിവസങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഉത്തരമായിരിക്കും നമ്മുടെ പരിശുദ്ധ റമദാൻ. ആ സമയത്ത് നമ്മൾ റമദാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്ന് നമ്മുടെ മനസ്സിന് തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതായിരിക്കും നമ്മുടെ പരിശുദ്ധ റമദാൻ. ഇനി അങ്ങനെയല്ല, എന്റെ പരിശുദ്ധ റമദാൻ വട്ടപൂജ്യമാണ് എങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പെരുന്നാളും കഴിഞ്ഞ് ശവ്വാലിന്റെ ആദ്യ ദിവസങ്ങളിലായിരിക്കും റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി 63 വർഷക്കാലം ജീവിച്ചു. എന്നിട്ട് ഹിജ്റ 2-ാം വർഷമാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെ അന്ന് മുതൽ 9 റമദാനുകളാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. പല ആളുകൾക്കും റമദാൻ ലഭിക്കാറില്ല. പരിശുദ്ധ റമദാൻ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ റമദാൻ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് തന്നാൽ അതിലും വലിയ അനുഗ്രഹം വേറെ ഇല്ല എന്നുള്ളതാണ്. പരിശുദ്ധ റമദാനിന്റെ ഫضل നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ. അദ്ദേഹം കണ്ടൊരു സ്വപ്നം നമ്മൾ എല്ലാ പരിശുദ്ധ റമദാനുകളിലും സാധാരണയായി കേൾക്കാറുള്ളതാണ്. അദ്ദേഹം ഒരു ദിവസം സ്വപ്നം കാണുകയാണ്, 2 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒരാൾ ആദ്യം തന്നെ ഷഹീദായി മരണപ്പെട്ടു. രണ്ടാമത്തെയാൾ അദ്ദേഹം 1 കൊല്ലം കൂടി ജീവിച്ച് പിന്നീട് സാധാ രൂപത്തിൽ മരണപ്പെടുകയാണ് ചെയ്തത്. ആദ്യത്തെയാൾ ഷഹീദായി മരണപ്പെട്ടു, രണ്ടാമത്തെയാൾ 1 കൊല്ലം കൂടി ജീവിച്ച് സാധാരണഗതിയിൽ മരണപ്പെട്ടു. ഇതിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് സാധാഗതിയിൽ മരണപ്പെട്ട രണ്ടാമത് മരണപ്പെട്ട ആളാണ്. ഷഹീദിനേക്കാൾ മുൻകടന്നുകൊണ്ട് രണ്ടാമത് മരണപ്പെട്ട ആളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത്. ഇത് സ്വഹാബികൾ അറിഞ്ഞു. സ്വഹാബികൾ ഇത് ചർച്ചയാക്കി. ഷഹീദിനേക്കാൾ വലിയ ഫضل 1 വർഷം അധികം ജീവിച്ച ആളിനോ? അങ്ങനെ സ്വഹാബികൾ ഇത് ചർച്ചയാക്കിയ സമയത്ത് റസൂലുള്ളാഹി ചർച്ച കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളോട് പറഞ്ഞു, മിൻ അയ്യി ദാലിക തഅജബൂൻ,
നിങ്ങൾ എന്ത് വിഷയത്തിലാണ് ഇത്ര അത്ഭുതപ്പെടാനിരിക്കുന്നത്? ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാനിരിക്കുന്നത്? ഒരു കൊല്ലം അധികമായി ഒരാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാനിരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓരോന്നോരോന്നായി പറഞ്ഞു. ഒന്നാമത് റസൂലുള്ളാഹി പറഞ്ഞത് ആ ഷഹീദിനേക്കാൾ ഒരു വർഷം അധികം ആ വ്യക്തി ജീവിച്ചില്ലേ? റസൂലുള്ളാഹി രണ്ടാമത് പറഞ്ഞു അദ്റക റമളാന വസ്വാമഹു, ഒരു പരിശുദ്ധ റമദാൻ കിട്ടുകയും ആ റമദാനിൽ ഫലപ്രദമായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തവനാണവൻ. എന്നിട്ട് റസൂലുള്ളാഹി ഈ ഹദീസിന്റെ അവസാനം പറഞ്ഞത് ഫലമാ ബൈനഹുമാ അബ്അദു ബൈനസ് സമാഇ വൽ അർദ്, ഷഹീദും സാധാരണഗതിയിൽ മരണപ്പെട്ട് ഒരു വർഷം അധികം ജീവിച്ച ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസം ഷഹീദും സാധാരണഗതിയിൽ ഒരു റമദാൻ കൂടി കിട്ടി അത് ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരാളും തമ്മിലുണ്ട്. അത്രയും ഫضല് റമദാനിലുണ്ട്. ഷഹീദിനേക്കാൾ ഫضല് നേടിയെടുക്കാൻ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ ഫലപ്രദമായ രൂപത്തിൽ റമദാനിനെ വേണ്ട രൂപത്തിലാണ് നമ്മൾ നോക്കിക്കണ്ടത് എങ്കിൽ ആ റമദാനിനെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷഹീദിനേക്കാൾ വലിയ പ്രതിഫലങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്വഹാബികൾ ഇരിക്കുന്ന മറ്റൊരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ലഘുവായി സംക്ഷിപ്തമായി കൊണ്ട് വളരെ ഷോർട്ടായിക്കൊണ്ട് പരിശുദ്ധ റമദാനിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ഖദ് ജാഅകും ശഹ്റു റമദാൻ ശഹ്റുൻ മുബാറക്, ദാ പരിശുദ്ധ റമദാൻ, അനുഗ്രഹീതമായ ബർക്കത്തുകളുള്ള ആ പരിശുദ്ധ റമദാൻ ഇതാ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തുഫ്തഹു ഫീഹി അബ്വാബൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെട്ട ആ പരിശുദ്ധ റമദാൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വതുഗല്ലഖു ഫീഹി അബ്വാബൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട ആ മാസം. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഉൾക്കൊണ്ടിട്ടുള്ള പരിശുദ്ധ റമദാൻ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ഷോർട്ടായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വഹാബികൾക്ക് പരിശുദ്ധ റമദാനിന്റെ ഫضൽ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആരെങ്കിലും ഈ പറഞ്ഞ പരിശുദ്ധ റമദാനിന്റെ ഖൈറിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ സകല ഖൈറുകളെയും നഷ്ടപ്പെടുത്തി. അവന്റെ ജീവിതത്തിൽ ഇനി ഒരു ഖൈറും ലഭിക്കാനില്ല. അവൻ സകല നന്മകളെയും നശിപ്പിച്ചു കളഞ്ഞു, സകല സൗഭാഗ്യങ്ങളെയും അവൻ തട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി പരിശുദ്ധ റമദാനിനെ നമ്മൾ നോക്കിക്കാണണം. ആ റമദാനിന്റെ ഫضല്, ആ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ വളരെ ഗൗരവകരമായി റസൂലുള്ളാഹി പഠിപ്പിച്ച മറ്റൊരു സംഭവമാണ് മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി 3 വിഭാഗം ആളുകൾക്കെതിരെ ആമീൻ പറഞ്ഞത്. ഇതും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സൃഷ്ടികളിലെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ ഏറ്റവും ഫضലുള്ള ഒരാളോട് വന്ന് പറയുകയാണ്, പരിശുദ്ധ റമദാൻ വന്നെത്തിയിട്ടും പാപമോചനം നടത്താത്ത ആളുകൾക്കെതിരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് ആമീൻ പറയാൻ വേണ്ടി പറയുകയാണ്. ജിബ്രീൽ പറഞ്ഞു അല്ലാഹു അവനെ വിദൂരമാക്കട്ടെ, അല്ലാഹു അവനെ വിദൂരമാക്കി കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ആമീൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി റമദാൻ വന്നെത്തിയിട്ട് അത് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താത്ത ആളിനെതിരെ ആമീൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ അത് വേണ്ട രൂപത്തിൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ നോക്കി കാണേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും പരിശുദ്ധ റമദാനിന്റെ ഫضലുകളാണ്. പരിശുദ്ധ റമദാൻ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നതിനെ പറ്റിയാണ്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളതാണ്, ഇതാ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെ പല ആളുകളും ഇന്ന് നമ്മുടെ ഇനി വരുന്ന പരിശുദ്ധ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്കറിയാം. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തുകൂടി ഒരാൾ നടന്നു വരികയാണ്. ഹസൻ അൽ ബസരി നടക്കുന്ന സമയത്ത് അദ്ദേഹവും കൂടി അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയാണ്. ഹസൻ അൽ ബസരിക്ക് അറിയാം ഇദ്ദേഹം ഇസ്ലാമിക നിയമങ്ങൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ഒരാളാണ്, നല്ല രൂപത്തിൽ ഇസ്ലാമിക ചിട്ടകൾ അനുസരിച്ച് ജീവിക്കാത്ത ഒരാളാണ്. എങ്ങനെയെങ്കിലും ഒരു ഉപദേശം ഇദ്ദേഹത്തിന് നൽകണം. ഹസൻ അൽ ബസരി ഓരോ അവസരത്തിനും വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ജനാസ അവരുടെ രണ്ടുപേരുടെയും മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ ജനാസയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാമ പറയുകയാണ്, ഇപ്പോൾ ഈ ജനാസയ്ക്ക് ജീവൻ ലഭിച്ചാൽ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എങ്കിൽ
ആ ജനാസ, ആ മരിച്ചു കിടക്കുന്ന മയ്യത്ത് എന്തായിരിക്കും ചിന്തിക്കുക? ആ വ്യക്തി പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞു, ഇനി എന്നെ മറമാടാൻ പോവുകയാണ്. ദുനിയാവിൽ ഇനി ഒരു കുറച്ച് നിമിഷം കൂടി എനിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയായിരിക്കും മരണപ്പെട്ട വ്യക്തി ഇപ്പോൾ ചിന്തിക്കുക. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഫകുൻ ഹാദർ റജുൽ, എങ്കിൽ നീ ആ കിടക്കുന്ന ആ മയ്യത്തിനെ പോലെ നീ ആയിക്കോ. ആ മയ്യത്ത് എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്ത ഇപ്പോൾ നിന്റെ മനസ്സിൽ കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ചിന്തിക്കുന്ന ചിന്തയാണിത്. ഇനി ഒരു സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു എന്നതായിരിക്കും മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂട്ടുകാരും ഇനി ചിന്തിക്കുക. ആ ചിന്ത പരിശുദ്ധ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. ഖബറിൽ കിടക്കുന്ന ഒരാളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചാൽ ആ ഖബറാളി പറയുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത്, റമദാൻ, പരിശുദ്ധ റമദാനിലെ ഒരു ദിവസമായിരിക്കും ആ ഖബറിൽ കിടക്കുന്ന ആൾ ആഗ്രഹിക്കുക. പരിശുദ്ധ റമദാനിലെ ഒരേ ഒരു ദിവസമായിരിക്കും ആ ഖബറിൽ കിടക്കുന്ന ആ ഖബറാളി ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡിനും ഫضലുണ്ട്. പരിശുദ്ധ റമദാനിന്റെ ഓരോ മിനിറ്റിനും അതിൻ്റെതായ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ ഫലപ്രദമായ രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കവിതയിലൂടെ പാടിയത്, വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീന മിൻ അദ്ദഹരി. എത്രയോ ആരോഗ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോയത്. എത്രയോ ദുർബലരായിട്ടുള്ള രോഗികളാണ് അവർ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, മരണം അത് ഏത് സമയത്തും ആർക്കും എങ്ങനെയും ഏത് രൂപത്തിലും വരാം. നമുക്ക് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ ഏത് രൂപത്തിലും നമുക്ക് എത്ര ആരോഗ്യമുണ്ടായാലും നമ്മൾ എത്ര ചെറുപ്പമാണെങ്കിലും മരണം നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മരണം ഏത് രൂപത്തിലും നമുക്ക് കടന്നു വരാമെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ നിമിഷം മുതൽ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുകയാണ്, റമദാനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ പറയുകയാണ്, റുബ്ബ സോഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരാണ് കുറച്ച് വിശപ്പ് സഹിച്ചു എന്നതല്ലാതെ അവന്റെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ്. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയോ രാത്രി നമസ്കരിച്ച ഖിയാമുൽ ലൈലുകൾ നമസ്കരിച്ച ആളുകളാണ് അവന്റെ നൃത്തം കൊണ്ട് ഉറക്കമല്ലാതെ അവനൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ വേണ്ട രൂപത്തിലല്ല ഉപയോഗപ്പെടുത്തിയതെങ്കിൽ കുറച്ച് പട്ടിണി കിടന്നു എന്നതല്ലാതെ യാതൊരു ഉപയോഗവുമില്ല. രാത്രി നമ്മൾ നിന്ന് നമസ്കരിച്ചു എന്നതുകൊണ്ട് അത് ഫലപ്രദമായ രൂപത്തിലല്ല നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ ആ നൃത്തം കൊണ്ട് കുറച്ച് ഉറക്കം കളഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഹദീസുകളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. പരിശുദ്ധ റമദാൻ പടിവാതിക്കൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരേണ്ട ഹദീസുകളാണ് ഇതൊക്കെ. റമദാൻ കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ എത്രയോ റമദാനുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് കടന്നുപോയി. പ്രവാചകൻ പഠിപ്പിച്ചു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. ആരെങ്കിലും മോശം വാക്കുകളും മോശം പ്രവൃത്തികളും പരിശുദ്ധ റമദാനിൽ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ കുറച്ച് പട്ടിണി കിടന്നു എന്നതുകൊണ്ട് അവന്റെ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് ഒരു ഉപയോഗവുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. കുറച്ച് പട്ടിണി കിടന്നു എന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയം ഉപേക്ഷിക്കൽ മാത്രമല്ല, നമ്മുടെ നാവിന് ഒരു പ്രവർത്തനമുണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങൾക്കും പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹുവിനെ നിരക്കാത്ത, ദീനിനെ നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ പരിശുദ്ധ റമദാനിൽ നമ്മൾ കേവലം പട്ടിണി കിടന്നു എന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തുമ്പോൾ ഒന്ന് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് അതിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക എന്നതാണ്.
ഇത് എന്റെ അവസാനത്തെ റമദാനാണ്, ഇനിയൊരു റമദാൻ എനിക്ക് വന്നു കിട്ടാനില്ല എന്ന ചിന്തയോടുകൂടി ഓരോ റമദാനിനെ നമ്മൾ നോക്കിക്കാണണം. രണ്ടാമത്തെ ഒരു കാര്യം, ഹൃദയ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കർമ്മങ്ങളിൽ ഒരു വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. തിന്മകളുള്ള നോമ്പാണ് എങ്കിൽ നമ്മുടേതെങ്കിൽ ആ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇതിനുപരി നമ്മുടെ കർമ്മങ്ങൾക്കുപരി നമ്മുടെ വിശ്വാസ മേഖലകൾ ശരിയായിട്ടില്ല എങ്കിൽ, നമ്മുടെ വിശ്വാസം തൗഹീദ് അനുസരിച്ച് കൊണ്ടല്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എത്ര ഇഖ്ലാസോടുകൂടി നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാലും യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക. പരിശുദ്ധ റമദാനിനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചുകൊണ്ടല്ല, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം സഹായ അഭ്യർത്ഥനകൾ നടത്തുന്ന, അവനെ മാത്രം അനുസരിക്കുന്ന, അവനോട് മാത്രം പ്രതിസന്ധികൾ ഇറക്കി വെക്കുന്ന ആളുകളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽ, അവന്റെ ഈമാനിൽ ദുൽമ കടത്താത്ത ആളാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ദുൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ വലിയ ഒരു ഉപദേശമുണ്ട്. ഓരോ ഉപദേശങ്ങളും പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ ദുൽമ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിനെ പങ്കു ചേർത്തുകൊണ്ടാണ് നമ്മുടെ നോമ്പ് എങ്കിൽ, നമ്മൾ എത്ര ഇഖ്ലാസോടുകൂടി പരിശുദ്ധ റമദാനിലെ നോമ്പിനെ നോക്കിക്കണ്ടാലും, എത്ര നല്ല രീതിയിൽ നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചാലും, അള്ളാഹുവിനെ പങ്കു ചേർത്തിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും മഖ്ലൂക്കിനോട്, ഏതെങ്കിലും സൃഷ്ടികളോട് നമ്മൾ സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ അത് മുവഹീദിന് പറഞ്ഞിട്ടുള്ളതാണ്, തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും ബിംബങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഏതെങ്കിലും കബറാളിയുടെ മുന്നിൽ പോയി തലകുനിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഏതെങ്കിലും മണ്ണ് മറഞ്ഞ മഹത് വ്യക്തികൾക്ക് മുന്നിൽ സഹായ അഭ്യർത്ഥന നടത്തുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് അവനെ മാത്രം ആരാധന നടത്തുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ. അതുകൊണ്ട് തൗഹീദ്, ഈമാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് തൗഹീദിനെ പറ്റി ഉണർത്തിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഏകദൈവ വിശ്വാസമാണ്. നമുക്ക് ഏതെങ്കിലും മറ്റ് ദൈവങ്ങൾ നമ്മൾ ആവശ്യമില്ല. ഏതെങ്കിലും തങ്ങന്മാരെയോ ഏതെങ്കിലും ബീവിമാരെയോ ഏതെങ്കിലും ചരടോ ഏതെങ്കിലും ജാറമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് തൗഹീദ്. ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന തൗഹീദാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം തൗഹീദിന്റെ പൂർത്തീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിലൂടെ പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇല്ലാ ലിവഹിദൂൻ, ഏകനായിക്കൊണ്ട് ഒരുവനായിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ഈ ആയത്തിന് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം. ഇല്ലാ ലിവഹിദൂൻ, ഏകനാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ആദ്യമായി നമ്മൾ കാണുന്ന കൽപ്പന അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, ആരാധനയുമായി ബന്ധപ്പെട്ട കൽപ്പനയാണ്. യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചുകൊണ്ട് സകല ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്. മുസ്ലിമെ എന്ന് വിളിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകം അറബ് ഗോത്രങ്ങളെ വിളിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും പ്രത്യേക മതക്കാരെ വിളിച്ചുകൊണ്ടല്ല. ഈ ലോകത്ത് ജനിച്ചു വീണ് പാരാവാഹം തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഓരോ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ ആളുകളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാധിക്കുക എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വമാണ്. എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രം, ഒരു സൃഷ്ടിയെയും നമ്മുടെ ആരാധനയിൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. എന്നാൽ ഇസ്ലാമിന്റെ റുക്കുനുകൾ പരിശോധിക്കുമ്പോൾ അതിൽ 5 റുക്കുനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കാരത്തിന്റെ കർമ്മം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. നോമ്പിന്റെ കർമ്മം നമ്മൾ വിശദീകരിച്ചതാണ്.
ഹജ്ജിന്റെ കർമ്മം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സക്കാത്തിന്റെ കർമ്മം അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ പറഞ്ഞ ആദ്യത്തെ 2 ഷഹാദത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സകല പ്രതിസന്ധികളും വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി ആ അല്ലാഹുവിനോട് മാത്രം നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കലാണ് ഷഹാദത്ത് കലിമയിലെ കർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൈകൾ നീട്ടേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്, അമ്മ യുജീബുൽ മുൽത്തർ ഇദാ ദഅ. ഒരു പ്രയാസം വന്ന് നിങ്ങൾ ഒരാളോട് ദുആ ചെയ്താൽ ആരാണ് നിങ്ങൾക്ക് ഉത്തരം തരാനുള്ളത്? വയക്ഷിഫു സൂഅ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അത് നീക്കാൻ ആരാണുള്ളത്? വയജഅലകും ഖുലഫാഅ ഫിൽ അർദ്, ഭൂമിയിലെ ഖലീഫമാരാക്കാൻ, ഭൂമിയിൽ സ്ഥാനമാനം ഉള്ള ആളുകളാക്കാൻ ആരാണുള്ളത്? ആ ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ വേറെ ഇലാഹുകളോ നിങ്ങൾക്ക്? അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളാണോ നിങ്ങൾക്ക്? എന്നിട്ട് പറഞ്ഞു ഖലീലം മാ തദക്കറൂൻ, ജനങ്ങളിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ജനങ്ങളിൽ അധികം ആളുകളും ശിർക്ക് ചെയ്തവരാണ്. അല്ലാഹു തആല അതിനെപ്പറ്റി ഉണർത്തിയ മറ്റൊരു ആയത്താണ് വമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, എന്നാൽ അതിൽ അധിക പേരും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അവനെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം, ആരാധന അല്ലാഹുവിന് ആവശ്യമില്ല. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ വിശ്വസിച്ചവരാണ്, അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചവരാണ്, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് അംഗീകരിച്ചവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർ ലാത്തയെ വിളിക്കുന്ന ആളുകളായിരുന്നു, അവർ ഉസ്സയെ വിളിക്കുന്ന ആളുകളായിരുന്നു, മനാത്തയെ വിളിക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വിളിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അല്ലാഹുവിനെ അംഗീകരിച്ച ആളുകളാണ്. നമ്മുടെ വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഏത് കർമ്മങ്ങളും അല്ലാഹു പൊറുക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാലാകാല നരകത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ബാക്കി ഏത് തിന്മകളും അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല ശിർക്ക് ഒഴികെയുള്ള സകല പാപങ്ങളും അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കും. പക്ഷേ ശിർക്കാണ് നീ ചെയ്തതെങ്കിൽ ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. തൗബയല്ലാതെ, തൗബ ചെയ്തിട്ടല്ലാതെ ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. നമ്മൾ കാലാകാല നരകത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്തു, എത്രയോ പ്രതീക്ഷകളോടുകൂടി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നാൽ, ബഹുദൈവാരാധന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതെ അല്ലാഹു നമ്മളെ കാലാകാല നരകത്തിലിടുമെന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നത് അവൻ വഴിദൂരം പിഴച്ചു പോയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. തൗഹീദ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ്. ശിർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരിക ഏതെങ്കിലും ബിംബത്തിന്റെ മുന്നിൽ ചെന്ന് പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നതല്ല ശിർക്ക്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നിർണയിച്ചൊരു കാര്യത്തെ ഏതെങ്കിലും ചരടുകൾ കൊണ്ടോ, ഏതെങ്കിലും പുണ്യപുഷ്പങ്ങൾ കൊണ്ടോ, ഏതെങ്കിലും മഹത് വ്യക്തികൾ കൊണ്ടോ, ഏതെങ്കിലും തങ്ങന്മാരെ കൊണ്ടോ, ഏതെങ്കിലും ബീവിമാരെ കൊണ്ടോ അതിലൊരു നന്മയോ തിന്മയോ മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ബിംബാരാധന മാത്രമല്ല ശിർക്ക്. അല്ലാഹു തആലയ്ക്ക് പുറമെ ഏതെങ്കിലും ബീവിയെയോ ഏതെങ്കിലും തങ്ങന്മാർക്ക് മുമ്പോ നമ്മുടെ തല കുനിച്ചാൽ അതും ശിർക്കിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ശിർക്കിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു മൺമറഞ്ഞു പോയ വ്യക്തികളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ, നമുക്ക് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു ഉണ്ട്. അല്ലാഹു അല്ലാതെ ഒരാൾ നമ്മുടെ രോഗം മാറ്റുകയില്ല. അല്ലാഹുവിന്റെ ഇടപെടലില്ലാതെ ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി തൗഹീദ്, ഏകദൈവ വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ദൃഢമാക്കുക, നമ്മുടെ ഹൃദയത്തിൽ ദൃഢമാക്കുക. ബഹുദൈവാരാധന പരിപൂർണമായിട്ട് ഒഴിയേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ മഅബദുൽ ജുഹനി
റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം ചില പ്രയാസങ്ങൾ ആ കടന്നു വന്ന വ്യക്തിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാ തുഅല്ലഖു ശൈആ, നിനക്ക് എന്തെങ്കിലും ചരടോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ നിനക്ക് കെട്ടിക്കൂടെ? മഅബദുൽ ജുഹനി അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച അദ്ദേഹം പറഞ്ഞു, അൽ മൗതു അഖ്റബു മിൻ ദാലിക്, ആ ചരട് കെട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മരണമാണ്. ഈ രോഗം വന്ന് ഞാൻ മരണപ്പെടുമെന്നാണ് നീ കരുതിയതെങ്കിൽ ആ മരണമാണ് ഒരു ചരട് കെട്ടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചരടിനെ പറ്റി താക്കീത് നൽകി ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൻ തഅല്ലഖ തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമത്ത് കെട്ടിയോ ചരട് കെട്ടിയോ ഏലസ് കെട്ടിയോ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുകയാണ്. മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈ, ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അവൻ അതിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്, അള്ളാഹുവിലല്ല അവൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭരമേൽപ്പിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. രോഗം വന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത് അള്ളാഹുവിനോടാണെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ പരിശുദ്ധ റമദാൻ ആത്മീയ വിശുദ്ധി നേടിയെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു വിശുദ്ധി എടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ആത്മീയ വിശുദ്ധിയോടൊപ്പം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. നല്ല സൽസ്വഭാവം നേടിയെടുക്കണം. സൽസ്വഭാവം ഇല്ലാതെയാണ് നമ്മുടെ പരിശുദ്ധ റമദാൻ എങ്കിൽ ആ നോമ്പ് അല്ലാഹുവിന് വേണ്ട. നമുക്ക് എന്തെങ്കിലും വിദ്വേഷമോ എന്തെങ്കിലും പകയോ ആരോടെങ്കിലും ഉണ്ട് എങ്കിൽ അത് തീർപ്പാക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കണം. റസൂലുള്ളാഹി പറയുകയാണ്, തുഫ്തഹു അബ്വാബൽ ജന്ന യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നുള്ളതാണ്. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ ലാ യുശ്റകു ബില്ലാഹി ശൈഅൻ ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹന, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്കും ഏതെങ്കിലും ആളുകളോട് പകവെക്കുന്ന ആളുകൾക്കും ഒഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുമെന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഫയുഖാലു അൻറു ഹാദൈനി ഹത്താ യസ്തലഹ, അവർ രണ്ടുപേരും സുൽഹിലെത്തുന്നതുവരെ, ആ വിദ്വേഷത്തിലുള്ള ആളുകൾ രണ്ടുപേരും സുൽഹിലെത്തുന്നതുവരെ ആ രണ്ട് വിഭാഗം ആളുകളെ അള്ളാഹു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഇടുമെന്നുള്ളതാണ്. അള്ളാഹു അവരെ പരിഗണിക്കില്ല. വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ ശിർക്ക് ചെയ്ത ആളുകളെയും പരസ്പരം വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന ആളുകൾക്കും അള്ളാഹു പാപമോചനം കൊടുക്കുകയില്ല എന്ന് വളരെ താക്കീതോടുകൂടി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കണം. എന്തെങ്കിലും പകയോ എന്തെങ്കിലും വിദ്വേഷമോ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ട് എങ്കിൽ അതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് പരിശുദ്ധ റമദാനിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമുണ്ട് എങ്കിൽ അത് റമദാൻ വന്നെത്തുന്ന ഈ സമയങ്ങളിൽ നമ്മൾ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിശുദ്ധ റമദാനിലെ സമയങ്ങൾ നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. പരിശുദ്ധ റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. പരിപൂർണമായി ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പരിശുദ്ധ റമദാൻ എത്തിക്കഴിഞ്ഞാൽ കാനൽ ഇമാം ഷാഫി ഫീ ശഹ്രി റമദാൻ യഖ്തമുൽ ഖുർആനൽ കരീമ 60 മറ, 60 തവണയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ് ഇമാം ഷാഫി തീർക്കുന്നത്. നമ്മുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു പണ്ഡിതന്മാർ. മഹാനായ ഇമാം ബുഖാരി അദ്ദേഹം യഖ്തമു ഫീ റമദാൻ ഫി നഹാർ കുല്ലി യൗമിൻ ഖത്മുഹു, എല്ലാ ദിവസവും ഓരോ ഖത്മ വെച്ച് തീർക്കുമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ദിവസവും ഓരോ ഖത്മ തീർക്കുമായിരുന്നു. അതിനോടൊപ്പം വയഖൂമു ബഅദ തറാവീഹ് കുല്ല 3 ലയാലിൻ ബിഖത്മിഹി, 3 ദിവസത്തെ രാത്രി നമസ്കാരം കൊണ്ട് ഓരോ ഖത്മ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പരിശുദ്ധ റമദാനിൽ ഓതി തീർക്കുമായിരുന്നു. പരിശുദ്ധ റമദാനിൽ 2 ഖത്മെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഓതി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിശുദ്ധ റമദാൻ വേണ്ട രൂപത്തിൽ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും അതനുസരിച്ചുകൊണ്ട് റിയ്യാൻ എന്ന കവാടത്തിൽ അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു
പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളിന്ന് സംസാരിക്കുന്ന നിങ്ങളൊക്കെ ഈ കേൾക്കുന്ന ഈ സൗണ്ട് സിസ്റ്റം നമ്മുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതാണ്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്നതുവരെ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും കലിമത്ത് തൗഹീദ് ചൊല്ലി മരണപ്പെടുവാനുള്ള തൗഫീക്ക് റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല കുഫ്ര വൽ കാഫിരീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم ألف بين قلوب المسلمين على الحق يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. والحمد لله رب العالمين. ജസാക്കുമുല്ലാഹ് ഖൈർ. റമദാനെ കുറിച്ച് വളരെ വ്യക്തമായി വിശദമായി നമ്മൾക്ക് വിഷയാവതരണം നടത്തിയ ഷുഹൈബ് നഗരൂരിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അനുഗ്രഹീത രാപ്പകലുകളുമായി അവസരങ്ങളുടെ പൂക്കാലവുമായി റമദാൻ നമ്മൾ വന്നു ചേരുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിധം നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗപ്രവേശനം നൽകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ ഏറ്റവും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയ അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നന്ദി പറയുന്നതിന് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പെരുമാതറ യൂണിറ്റ് ട്രഷറർ ഇർഷാദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ഫാമിലി കോൺഫറൻസുമായിട്ട് തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് തീരുമാനിച്ചൊരു പരിപാടിയാണിത്. വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു കുറവുമുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്ത് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാറ ശാഖയുടെ പേരിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്.